ഹായ് നമസ്കാരം. ഇന്നലെ കുളങ്കര പൂരത്തിന് പോയതാണ്. അപ്പോൾ പെട്ടെന്ന് ഫാമിലിയായിട്ട് പോയതാണ്. അപ്പോൾ പെട്ടെന്ന് യാത്ര ഒന്നങ്ങോട്ട് ചേഞ്ച് ചെയ്തു. മോള് പറഞ്ഞു നമുക്ക് രേഖാചിത്രം അവൾ റിലീസ് ചെയ്ത സമയം മുതൽ പറയുന്നതാണ്, നല്ല അഭിപ്രായമാണ്, നല്ല സിനിമയാണ്, അതുകൊണ്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ പൂരത്തിന് പോയിട്ട് ആ തിരക്കും പടിപ്പാടത്തിൽ പെടണമെന്ന് വിചാരിച്ചു നേരെ എടപ്പാൾ ശാരദ മൂവീസിലേക്ക് പോയതൊട്ടും നഷ്ടമായില്ല. അടിപൊളി സൂപ്പർ സിനിമയായിരുന്നു രേഖാചിത്രം. ആസിഫ് അലിയുടെ ഇപ്പോൾ അടുത്തിറങ്ങിയ കിഷ്കിന്താകാന്ഡവും ഒക്കെ നല്ല നല്ല പെർഫോമൻസ്, നല്ല സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഇതും പ്രതീക്ഷ തെറ്റിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇനി ആസിഫ് അലിയുടെ ദിനങ്ങളാണ്. ആസിഫ് അലിയുടെ ചൂതാട്ട കേസിൽ എന്തോ സസ്പെൻഷനിലായ വിവേക് എന്ന പോലീസ് ഓഫീസർ ഈ ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ. തിരക്കഥയിലെ ബ്രില്യൻസ് ഗംഭീരമാണ്. കാരണം കാതോട് കാതോരം എന്ന സിനിമയുടെ ആ ഒരു ലൊക്കേഷനിലൊക്കെ നടക്കുന്ന, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഗംഭീര എന്താണ് സംവിധായകൻ്റെ പേര്? ജോഫിൻ ടി ചാക്കോ. ഗംഭീര ഡയറക്ഷനാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ അഭിനയിച്ച ഒരു സീക്വൻസിൽ മാത്രം വന്ന സിദ്ദീഖ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ജഗദീഷ്, മമ്മൂട്ടിയുടെ റെഫറൻസാണ് ചിത്രത്തെ ഭയങ്കരമായ ഒരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു മമ്മൂക്ക എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ കയ്യടിയാണ്. ഒരു വർഷം മുമ്പ് ഓസ്ലർ എന്ന സിനിമയിൽ വില്ലനായിട്ട് ഗസ്റ്റ് റോള് എന്നൊക്കെ പറയാവുന്ന ആ ഒരു സിനിമയിൽ വന്നപ്പോൾ തന്നെ ആ സിനിമ എനിക്ക് തോന്നുന്നു ഓസ്ലറിൻ്റെ വിജയം മമ്മൂട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് ശരിയാണ്, തോന്നിപ്പിക്കുകയല്ല. ശരിക്കും ജയറാമിനൊന്നും ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ മമ്മൂക്കായുടെ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഇന്ത്യൻ സിനിമയിലൊക്കെ അതിൻ്റെ ഫെയിലിയർ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ രേഖാചിത്രത്തിൽ അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാതോട് ആ പാട്ട്, ദേവദൂതർ പാടിയെന്ന പാട്ടും രേഖാചിത്രം എന്നുള്ള ടൈറ്റിലിനെ അന്വർത്ഥമാക്കുന്ന വിധം തന്നെ ഉള്ള ഒരു സ്റ്റോറി, ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആസിഫ് അലിയുടെ സൂക്ഷ്മമായ അഭിനയം, അതുപോലെ മനോജ് കെ ജയൻ കിട്ടില്ല പെർഫോമൻസ്, സായികുമാർ കുറച്ച് സമയമുള്ള ചെയ്യുന്ന സായികുമാർ, അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ. ഇപ്പോൾ അനശ്വര രാജൻ അവതരിപ്പിച്ച രേഖ, അനശ്വര രാജൻ നേരിലൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ച നടിയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയും ഗുരുവായൂർ അമ്പലനടയിലും ഏത് സിനിമ നോക്കിയാലും ഗംഭീര പെർഫോമൻസാണ്. ഇതിൽ വന്നു പോകുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള അഭിനയം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മികച്ച തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ രേഖാചിത്രം. ഇനി എൻ്റെ കൂടെ വന്നവർ, വൈഫ്, മോള്, അവരോടൊക്കെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഞാൻ 2025 കണ്ട ആദ്യത്തെ സിനിമയാണ് രേഖാചിത്രം. അത് 100% ഗംഭീര സിനിമ തന്നെയാണ്. ഇന്നലെ നമ്മൾ ഉത്സവത്തിന് പോവാതെ രേഖാചിത്രം കാണാൻ പോയത് നീ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ രേഖാചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ വേണ്ടിയിരുന്നില്ല, നമുക്ക് ഉത്സവത്തിന് തന്നെ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിയാ? ഇല്ല. അപ്പോൾ രേഖാചിത്രം എന്ന സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഭയങ്കര എൻഗേജിംഗ് ആണ്, നല്ലൊരു പടം, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ആ കേസന്വേഷണം അവസാനം പോയിട്ട് എത്തി ഒക്കെ തെളിയിക്കുന്ന അതൊക്കെ ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എന്താ അടുത്തത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഇരിക്കാൻ തോന്നി. ലാഗില്ലല്ലോ? ഇന്റർവെൽ ആയിരുന്നു, അറിഞ്ഞില്ല. ഓക്കെ. പോപ്കോൺ എത്ര എണ്ണം കഴിച്ച്? ഞാൻ എത്ര എണ്ണം കഴിച്ച്? 2. ഓക്കെ. രമ്യ പറയൂ. നല്ല സിനിമയായിരുന്നു. നമ്മൾ 2025 കണ്ട ആദ്യ സിനിമ. നല്ല 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഓക്കെ.